പിണറായി തന്നെ നയിക്കും എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിനെ ഇങ്ങനെ പറയാം, പിണറായി നയിക്കണമെന്ന് PBയെ തീരുമാനിക്കാൻ പിണറായി അനുവദിച്ചു എന്ന് പറഞ്ഞാലും ശരിയാ. PBയോട് പിണറായിയുടെ അനുമതിയുണ്ട്, പിണറായി തന്നെ നയിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ PB എന്ന് പറയുന്നത് വളരെ ദുർബലമായൊരു സംവിധാനമാണ്. അതിലിപ്പോൾ കേരളം മാത്രമേ കാര്യമായിട്ടുള്ളൂ. ബംഗാളിലെയോ ത്രിപുരയിലെയോ മാത്രമല്ല, ആന്ധ്രയിലെയും തെലങ്കാനയിലെയും മഹാരാഷ്ട്രയിലെയും ആളുകൾക്കൊന്നും വലിയ വോയിസ് ഒന്നുമില്ല. ആകെ ഭരണമുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് ചായ കുടിക്കാൻ കാശ് കിട്ടുന്നത് ഇവിടെ നിന്നാണ് എന്നതുകൊണ്ട് ഇവർ പറയുന്നത് കേൾക്കല്ല, അത് വേറെ വഴിയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി പിണറായി അല്ല നയിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആര് നയിക്കും എന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ 2, 3, 4 നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നു പറഞ്ഞില്ലേ. പിണറായി അല്ല നയിക്കുന്നതെങ്കിൽ ഒരു 20 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിലും CPM-നുണ്ട്. കാരണം എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ്. പ്രത്യേകിച്ച് യോഗ്യതയുള്ളവരാരുമില്ല. എല്ലാവരും അയോഗ്യരായിട്ടുള്ള ആളുകൾ തമ്മിൽ മത്സരിച്ച് വരുള്ളൂ. അപ്പോ പിണറായി അല്ല നയിക്കുന്നത്, പിണറായി അല്ല അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ CPM ബുദ്ധിമുട്ടിപ്പോകും. മൂന്നാമത്തെ പ്രശ്നം, പിണറായിയുടെ പേര് പറയാതെ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പറ്റില്ല. പിണറായി 3-0, LDF 3-0 എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ലോഡിങ് എന്നൊക്കെയാണല്ലോ. ഇതിലൊരു പ്രധാന പ്രശ്നം, പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിന്റെ സംഘടന പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം പ്രധാനമായും അതിന് പ്രത്യയശാസ്ത്രപരമായി യാതൊരു ധാരണകളുമില്ല. ഇപ്പൊ ഈ പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊന്നും പറയാൻ പോലും പറ്റില്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ആകെ ചെയ്യാവുന്നത് ഐക്കൺസ് ഉണ്ടാക്കുക, നേതാക്കന്മാരുണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ പിണറായിയുടെ പടം വെച്ച് കേരളത്തിൽ ഒരുപാട് പേർ വോട്ട് പിടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. LDF-ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പോലും. ഞാനിത് പറയാൻ കാരണം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആ പഴയ പോസ്റ്ററൊക്കെ നോക്ക്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പിണറായിയുടെ പോസ്റ്റർ സ്ഥാനാർത്ഥികൾ കൂടെ വെച്ചിട്ടുള്ളൂ. പിണറായിയുടെ പോസ്റ്റ് വയ്ക്കാറില്ല. മുമ്പ് അങ്ങനെയല്ലല്ലോ. 2021 എല്ലാ സ്ഥലത്തും പിണറായിയുടെ വലിയ പോസ്റ്റും സ്ഥാനാർത്ഥിയുടെ ചെറിയ പോസ്റ്റുമാണ്, ചെറിയ പടവും. ഇത്തവണ അതല്ല, പിണറായിയുടെ പടം എവിടെയും വെക്കുന്നില്ല. പിണറായി 3-0 എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ വോട്ട് വലിയ തോതിൽ നഷ്ടം വരും. ഇത് മറികടക്കാൻ പിണറായിയുടെ പടം വയ്ക്കാതെ പിണറായി നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ MLA-മാരെ സംബന്ധിച്ചിടത്തോളം MLA-മാർക്ക് അത്ര ആന്റി ഇൻകംബൻസി ഇല്ല പല സ്ഥലങ്ങളിൽ. ഒന്ന് വേണമെങ്കിൽ പറയാം, MLA-മാര് ജനപ്രിയരാണ്, ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഗവൺമെന്റ് പോളിസി ആയിട്ടൊന്നും അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. മാത്രമല്ല പലതരത്തിലുള്ള അഴിമതിയും മറ്റു കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ നല്ല ബന്ധം ജനങ്ങളുമായിട്ട് അവർക്കുണ്ട്. കാരണം ജനങ്ങളുമായി ബന്ധം വേണമെങ്കിൽ ചെറിയ അഴിമതിയൊക്കെ വേണം. ആ ബന്ധം അവർക്കുണ്ട് എന്നതുകൊണ്ട് പിണറായിയുടെ പേര് ജനങ്ങളോട് പറയാതെ ഇവർ വോട്ട് പിടിക്കുക, അങ്ങനെ ജയിച്ചാൽ പിണറായിക്ക് പിന്തുണ കൊടുത്ത് മുഖ്യമന്ത്രിയാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. കാരണം ജനപ്രിയ MLA-മാരുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. കേരളം ആര് ഭരിക്കണം എന്ന വോട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. എൻ്റെ MLA ആരായിരിക്കണം എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ വരുമ്പോൾ പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കില്ല, പിണറായി തന്നെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് CPM കൈവിട്ട കേസാണ്. കാരണം പിണറായി അല്ലാതെ വേറെ ആളുടെ പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് പറയുകയും അങ്ങനെ മുമ്പോട്ട് പോവുകയും, തോറ്റാൽ തോറ്റു, കുഴപ്പമില്ല, പ്രശ്നമല്ലല്ലോ. അതോടുകൂടി പിണറായി യുഗം അവസാനിക്കും. ഇനി അദ്ദേഹത്തിന്റെ ആരോഗ്യവും പ്രായവും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം ഇനി മത്സരിക്കാൻ വഴിയില്ല. നേരെ മറിച്ച് ജയിക്കുകയാണെങ്കിൽ വളരെ കൃത്യമാണ്, അടുത്ത തവണ മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്ത കുറെ ആളുകളും മിക്കവാറും മുഹമ്മദ് റിയാസും മാത്രമായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക. പഴയ മന്ത്രിസഭക്കാരും കാണില്ല. അതുകൊണ്ടാണ് പലരും ഒഴിവാക്കിയത്. ഇപ്പൊ ശൈലജ ടീച്ചറെ ഇപ്പൊ തന്നെ ഒഴിവാക്കി. എന്നിട്ട് ശൈലജ ടീച്ചറോട് പേരാവൂർ പോയി മത്സരിച്ചോളാൻ പറഞ്ഞു. മിക്കവാറും തോൽക്കും. വടകര ഉണ്ടായേക്കാൾ വലിയ നാശമായിരിക്കും പേരാവൂർ ഉണ്ടാവുമ്പോൾ. പ്രത്യേകിച്ചും മലയോര കർഷകരുടെ മേഖലയാണ് പേരാവൂർ. അവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരായി ശക്തമായ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചർക്ക് അവിടെ രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ശൈലജ ടീച്ചറെ ഒഴിവാക്കി, മറ്റുള്ളവർക്കൊന്നും ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും പിണറായിക്ക് തൻ്റെ ഗൂഢസംഘത്തിൽപ്പെട്ട പ്രത്യേകിച്ച് കഴിവില്ലാത്ത ആളുകളെ ആക്കാനും കൂടെ സ്വന്തം മരുമകനെ മന്ത്രിയാക്കാനും കൂടി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പിണറായിക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കേണ്ടി വന്നാൽ മരുമകനെ ആ സ്ഥാനത്തിരുത്താം തുടങ്ങിയ ദീർഘദൃഷ്ടിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ ദീർഘദൃഷ്ടിയൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കാരണം പിണറായിയുടെ പടം വെച്ച്
പിണറായിയാണ് നയിക്കുന്നതെങ്കിൽ പിണറായിയുടെ പടം വെച്ച് കേരളം മുഴുവൻ വോട്ട് പിടിക്കട്ടെ. അതിന് ധൈര്യം LDF ഉണ്ടാവുമോ എന്നതാണ് ചോദ്യം. ഉണ്ടാവില്ല. തോറ്റാലും കുഴപ്പമില്ല, പിണറായിക്ക് കുഴപ്പമില്ല. കാരണം MLA തോറ്റു, ജയിച്ചാൽ പിണറായി ജയിച്ചു. ഇത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലേക്കാണ് ഇത് പോകുന്നത്. തോൽക്കുമെന്ന് ഏതാണ്ട് CPM നന്നായി അറിയാം, അല്ലെങ്കിൽ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇപ്പോൾ തന്നെ തോൽക്കണോ എന്നാണ് ചോദ്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തോൽക്കണമെങ്കിൽ പിണറായി അല്ല നയിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പാർട്ടി തോൽക്കും. ഏതായാലും തോൽവി ഉറപ്പാണ് എന്ന് അംഗീകരിക്കുക തന്നെയാണ് ഈ തീരുമാനത്തിലൂടെ എന്നാണ് ഞാൻ കരുതുന്നത്.